സ്റ്റെഫി, ഇതെൻ്റെ ഹസ്ബൻഡ് സിബി ഡേവിസ്. ഞങ്ങൾ വലപ്പാട് നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് 2 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടമ്പടി എടുത്തെങ്കിലും ദൈവത്തോടൊരു വിശ്വസ്തത കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടിയിൽ ആൾ 2 മാസത്തോളം ഇടയ്ക്കായിരുന്നു പള്ളിയിൽ പോയിരുന്നത്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 മാസത്തിന് ശേഷമാണ് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കാണാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. അതിനുശേഷം ഞങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയായിരുന്നു. എനിക്കും കൊച്ചിനും സ്ഥിരമായിട്ട് എപ്പോഴും ജലദോഷവും പനിയും എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. പിന്നെ അടുത്ത ആഴ്ച പനിക്കും. അങ്ങനെയായിരുന്നു എനിക്കും കുട്ടിക്കും. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷവും ഇങ്ങനെ വന്നു. അപ്പോഴും ഞങ്ങൾ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്താ ഇത് ഇങ്ങനെ ഉടമ്പടിയിൽ കാര്യം വെച്ചിട്ടും നിയോഗം വെച്ചിട്ടും പിന്നെയും അസുഖങ്ങൾ വരുന്നു എന്ന്. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് മാതാവിനോടാണ് നിയോഗം വെച്ചേക്കണേ. അപ്പോൾ ഡോക്ടർക്ക് അതിനകത്തൊരു കാര്യമില്ല. അപ്പോൾ മാതാവ് തന്നെ അത് മാറ്റിത്തരണം. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു ഉടമ്പടി ഉപ്പ് നേർച്ച ദിവസമായിട്ടുള്ള ഉപ്പ് ഞങ്ങളെടുത്ത് ഒരു വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസം മാതാവേ ഇത് രാത്രി കിടക്കണ നേരത്ത് ഞാനും കൊച്ചും കഴിച്ചോളാം. ഒരു 10 ദിവസം കഴിച്ചു കഴിയുമ്പോൾ നീ ഞങ്ങൾക്കിത് മാറ്റിത്തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിൻ്റെ പുത്രനേക്കാൾ വലിയ വൈദ്യനും ഇല്ല, നിൻ്റെ മരുന്നിനേക്കാൾ വലിയ മരുന്നും ഇല്ല എന്ന് വിശ്വസിച്ച് ഒരു 10 ദിവസം രാത്രി കിടക്കണതിന് മുമ്പ് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് കഴിക്കുമായിരുന്നു. അതിനുശേഷം എനിക്കും കൊച്ചിനും സ്ഥിരമായിട്ട് വന്നിരുന്ന പനിയും ജലദോഷവും ഒന്നും വന്നിട്ടില്ല. അതുകൂടാതെ എനിക്ക് ടോൺസിലസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഓരോ മാസവും 600-800 രൂപയുടെ ഹൈ ഡോസുള്ള മെഡിസിനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരുമായിരുന്നു. കാരണം തൊണ്ടയിൽ നിറച്ച് കുരുക്കൾ, വെള്ളം ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു 10 ദിവസം നിൻ്റെ ഉപ്പ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതും കഴിച്ചു. മറ്റേത് എനിക്ക് പനി വരുന്നതിന് മുമ്പ് ആദ്യം തൊണ്ടവേദനയും ടോൺസിലസ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ചെറിയൊരു പനി വന്നാൽ കൂടിയും തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് നേരെ വന്നിട്ടില്ല. ആ ടോൺസിലസ് പൂർണ്ണമായിട്ടും മാറിപ്പോയി. അതുപോലെ എനിക്ക് കൊതുക് കുത്തിയാൽ പോലും ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിച്ച് നമ്മൾ മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ശരീരം മുഴുവനും തടിച്ച് വീർക്കുമായിരുന്നു. അതും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് മാറ്റിത്തരണേന്ന് പറഞ്ഞു. മാതാവിൻ്റെ വെഞ്ചിരിച്ച ഉപ്പ് എല്ലാവരും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത് വിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു. ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് മാതാവ് അത് മാറ്റിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് അത് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം മാതാവിനോട് പറഞ്ഞ ആ ദിവസം കഴിയുമ്പോഴേക്കും കറക്റ്റ് എനിക്ക് അസുഖം മാറിയിട്ടുണ്ടാവും. അതുപോലെ ഞാൻ ആ ഉപ്പെടുത്ത് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ശരീരത്തിൽ പുരട്ടി ഇന്നേ വരെ പിന്നെ എൻ്റെ ശരീരം തടിച്ച് വീർത്തിട്ടില്ല. അതുപോലെ എനിക്കൊരു ജോലിയുടെ കാര്യം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടണമെന്ന്. കാരണം അപ്പോൾ എൻ്റെ കൊച്ചിനെയും കൂടി നോക്കാം. അപ്പോൾ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് അക്കൗണ്ട്സിലേക്ക് കിട്ടി. അത് 4 റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ 4 റൗണ്ട് ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി. പക്ഷെ അത് എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും അല്ലാന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാനത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആളെ എനിക്ക് കാശ് രൂപം തരും. കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയി എങ്കിലും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. ഫസ്റ്റ് റാങ്കോടുകൂടിയാണ് ഞാൻ പാസ്സായത്. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും എന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ 6 കൊന്ത എത്തിക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് 6 കൊന്ത എത്തിച്ചു. ഒരു കരുണക്കൊന്ത ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എത്തിച്ചു. അങ്ങനെ ഞാൻ അപ്പുറത്തെ മാതാവിൻ്റെ ഗ്രോട്ടോടെ അവിടെ പോയിരുന്ന് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവേ നീ എന്നെ എനിക്ക് അതിന് മുമ്പ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവം ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ആണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. ഞാനൊരു ചെറിയ പദ്ധതി എൻ്റെ മനസ്സിൽ വിചാരിച്ചാലും അതിൻ്റെ 100 ഇരട്ടിയുള്ളൊരു പദ്ധതിയായിരിക്കും തമ്പുരാൻ എനിക്ക് നന്മയ്ക്കായിട്ട് വെച്ചേക്കണേ എന്നുള്ള 100% ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്തുകൊണ്ടാണ് ഇതിനേക്കാളും നല്ലൊരു ജോലി, കാരണം എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറമുള്ള സ്കൂളാണ്, എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും എനിക്ക് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി ഇനി എനിക്ക് കിട്ടാനില്ല. അപ്പോൾ നീ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകണേന്ന്.
അപ്പോഴും മാതാവ് എന്നെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിശ്വസിച്ചു ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എനിക്ക് ആ ജോലി റെഡി ആയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ പ്രഭുവച്ചനെ കണ്ടു. പ്രഭുവച്ചനെ കണ്ടപ്പോൾ പ്രഭുവച്ചൻ പറഞ്ഞു നല്ലൊരു ജോലി കിട്ടുമെന്ന്. അങ്ങനെ അവിടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും വിളിക്കുന്നില്ല എന്നെ, സ്കൂളിൽ നിന്ന് വിളിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കന്ന് ഒരു കാര്യം ചെയ്യാം, മാതാവിനോട് ഉടമ്പടി വെച്ചതല്ലേ, മാതാവ് എന്തായാലും കൈവിടാണ്ടിരിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 4 സ്കൂളുകളിലും കൂടി ബയോഡാറ്റ കൊണ്ടുകൊടുത്തു. ബയോഡാറ്റ കൊണ്ടുകൊടുക്കുന്നതാണ്. അപ്പം ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. വിശ്വാസത്തോടു കൂടി തന്നെ ഉപ്പ് ബയോഡാറ്റ കൊടുക്കുന്നതിനൊപ്പം അവിടെ 4 സ്ഥലത്ത് ഇട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 4 സ്കൂളുകളിൽ നിന്നും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഒരെണ്ണം കോളേജായിരുന്നു. അങ്ങനെ 4 സ്ഥലത്തുനിന്ന് വിളിച്ചു. അതിനകത്ത് ഒരു സ്ഥലത്ത് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. 10-30,000 രൂപയോളം സാലറി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ 4 സ്ഥലത്തുനിന്ന് വിളിച്ചെങ്കിലും 4 സ്ഥലത്ത് എനിക്ക് പോയി ഒരു ദിവസം എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടി. എന്നിട്ട് എനിക്കതിന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാനും പറ്റി. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ മാതാവ് ഞാൻ പിന്നീട് ദൈവത്തോട് എനിക്ക് എന്താ ഇത്രയും അധികം സാലറി ഉള്ള സ്കൂളിൽ എനിക്ക് തരാത്തതെന്ന് എന്നെ ഞാൻ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തെളിവടക്കമാണ് കാണിച്ചു തന്നെ. കാരണം ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കുറച്ച് പ്രോബ്ലംസ് അവിടെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് പ്രോബ്ലം ആയേനെ. അപ്പോൾ അതുകൊണ്ട് മാതാവ് തെളിവടക്കം എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ എൻ്റെ സ്കൂളിൽ കൊച്ചിനെ ചേർത്താം. ഞാൻ പഴയ സ്കൂളിൽ ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഷം 70,000 രൂപയോളം കുട്ടിക്ക് ചിലവ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്കൂളിൽ ഞങ്ങൾക്ക് 16,000 രൂപ ആകെ കുട്ടിക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ മാതാവ് അത് കുറേ അനുഗ്രഹങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ ഉടമ്പടി എടുത്ത കാരണം ഉടമ്പടി കാശ് രൂപ എപ്പോഴും ആളുടെ കഴുത്തിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഷോപ്പാണ്. ഷോപ്പ് കഴിഞ്ഞ് ആളും ചേട്ടനും കൂടി മടങ്ങി വരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ അവിടെ ഉത്സവം കഴിഞ്ഞിട്ട് ആന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന ഇവരുടെ അടുത്ത്, അപ്പോൾ വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ആന വരുന്ന ആന പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാപ്പാൻ ആനേനെ തല്ലിയ വഴിക്ക് ആന ഇടഞ്ഞോടി. ആ ഒരു സ്ഥലത്ത് ശരിക്കും ആനയുടെ തുമ്പിക്കൈ ഒന്ന് വീശിയിരുന്നെങ്കിൽ ഇവിടെ കുറേ പേര് ആ സമയത്ത് അവിടെ വെച്ച് തീരുമായിരുന്നു. കാരണം അത്രയും ഇതുള്ളൊരു വഴിയായിരുന്നു. പക്ഷെ ഇവരുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ആന അവിടെ ശാന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൂടെ മാതാവ് ആ കാശ് രൂപത്തിലുണ്ട് എന്നാണ് വിശ്വസിക്കണേ. ആ മാതാവിൻ്റെ ഒരു കാശ് രൂപത്തിൽ മാതാവിൻ്റെ അത്ര വലിയൊരു സാന്നിധ്യം ഉണ്ടെന്ന് മാതാവ് പല തവണ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ചുമരയിൽ ഒരു ആണി അടിക്കാൻ കയറി, ടേബിളിൻ്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. അപ്പം ഞാൻ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഡ്രില്ലർ ഓൺ ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡ്രില്ലർ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡ്രില്ലർ എടുത്തു. പക്ഷേ ഡ്രില്ലർ നല്ല വെയിറ്റ് ആണല്ലോ. അപ്പം ഞാൻ ഡ്രില്ലർ എടുത്തെങ്കിലും ഞാനത് സ്വിച്ചുമ്മ പിടിച്ചിട്ടാണ് എടുത്തത്. എടുത്ത വഴിക്ക് അത് കറങ്ങി തിരിഞ്ഞ് നേരെ ആളുടെ പാദത്തിൻ്റെ അവിടേക്കാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പാദം കട്ടായി പോയിന്ന്. കാരണം അതുപോലെയാണ് അത് കറങ്ങി തിരിഞ്ഞ് ആളുടെ കാലിൻ്റെ അവിടേക്ക് വന്നത്. അപ്പോഴേക്കും എങ്ങനെയാണെന്നറിയുന്നില്ല, ആ ടേബിളിൽ ഉണ്ടായിരുന്ന തുണി എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല, അത് മുഴുവനും ചുറ്റിപ്പിടിച്ചു. അതവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ആ പാദം അവിടെ കട്ട് ചെയ്ത് വേണ്ടായിരുന്നു. അപ്പോൾ ഈ കാശ് രൂപത്തിൽ മാതാവ് ഉണ്ട് എന്നുള്ളത് 100% ഞങ്ങൾക്ക് പല തവണ ദൈവം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ അതുപോലെ എപ്പോഴും ഉണ്ടാവും പുള്ളിയുടെ കഴുത്തിൽ എപ്പോഴും ആ കാശ് രൂപം അവിടെ ഉണ്ടായിരിക്കും. ആളൊട്ടും മാറ്റാറില്ല, എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ എൻ്റെ പപ്പയുടെ തലയിൽ പപ്പ ഒരു ദിവസം പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയുടെ സംസാരം മുഴുവൻ കുഴഞ്ഞു പോയി ചുണ്ട് കോടി പോയി. പപ്പ ഇങ്ങനെ താഴേക്ക് വീണു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയിൽ ചെറിയൊരു ട്യൂമർ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു. ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം പപ്പയുടെ ശിരസിൽ തേച്ചു കൊടുത്തു. അതുപോലെ ഉപ്പും തേനും വെഞ്ചരിച്ചതെല്ലാം നൽകി. ഒരാഴ്ച മുഴുവൻ അത് കൊടുത്തുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആസ്റ്ററിൽ MRI സ്കാനിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൾക്ക് ഒരു കുഴപ്പമില്ല, ട്യൂമറിൻ്റെ ഒരു തരി പോലും തലയിലില്ല എന്നാണ്. ഒരാഴ്ചയ്ക്കുള്ളിലാണ് ദൈവം ഞങ്ങൾക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നത്. അതുപോലെ എൻ്റെ കൊച്ച്, അവളാണെങ്കിൽ പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കില്ലായിരുന്നു. LKG-യിലാണെങ്കിൽ കൂടിയും ബേസാണ് കറക്റ്റാക്കി പോകേണ്ടതെന്നുള്ളതിൽ ഞാൻ എപ്പോഴും നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. 2-3 മണിക്കൂറൊക്കെ ഇരുത്തി അവളെ പഠിപ്പിച്ചാലും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ നല്ല തല്ല് വെച്ചു, എപ്പോഴും നല്ല തല്ലായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും അമ്മയും ചേച്ചിമാരൊക്കെ പറയും എന്തിനാ കുട്ടീനെ ഇങ്ങനെ തല്ലണേ എന്ന്. അപ്പം ഞാനാണെങ്കിൽ അവൾ പഠിക്കാത്ത കാരണമാണ് തല്ലണേ. പക്ഷെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേച്ചി പറഞ്ഞു, കൊച്ചിനെ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ട് അവളോട് പറഞ്ഞു കൊടുത്തു, മോളെ നീയെ ഈ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീയെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടിരിക്കേ. മോൾക്ക് 4 വയസ്സായിട്ടുള്ളൂ, മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാൻ പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ അവൾ വന്നിരുന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് കിട്ടല്ലേ, എന്നെ പഠിപ്പിച്ച് തരണേന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഇന്നേ വരെ എനിക്ക് എൻ്റെ കൊച്ചിനെ തല്ലണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പം എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളെക്കാളും കൂടുതൽ അവളാണ് ഓർത്ത് വയ്ക്കുക. അത്രയ്ക്കധികം ജ്ഞാനത്തെ കൊടുത്ത് മാതാവ് അവളെ അനുഗ്രഹിച്ചു. അതിന് പിന്നെ എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ 15 വർഷമായിട്ട് എൻ്റെ മമ്മിയും അതുപോലെ പപ്പേരെ അമ്മയും അമ്മായിയമ്മയും മരുമോളുമായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ശേഷം ഞാൻ കണ്ടിട്ടില്ല അവർ ഇത്ര സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്താലും മാതാവ് ഉടമ്പടിയിലൂടെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് വരാണെന്ന് മാതാവ് പിന്നെയും തെളിയിച്ചു തന്നു. ഞങ്ങൾ മാതാവിനോട് വയ്ക്കാത്തൊരു കാര്യമാണെങ്കിലും മാതാവ് കണ്ടറിഞ്ഞൊരു കുടുംബത്തിലൊരാളെപ്പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും, 2 കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും മാതാവ് ഇടപെട്ട് എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷമായിട്ട് പോണു. പിന്നെ അതുപോലെ ഞങ്ങൾ അതുപോലെ ഇപ്പോൾ ധാരാളം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഓർഫണേജിൽ പോകും. ഓർഫണേജിൽ പോയിട്ട് അവിടെ അപ്പാപ്പന്മാരുടെ ഓർഫണേജാണ്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ മുടി വെട്ടി കൊടുക്കുക, അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളെല്ലാം കഴുകി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു വരും. അപ്പം ഞങ്ങൾ ഒരു ദിവസം പോയപ്പോൾ അവിടുത്തെ ഒരു അപ്പാപ്പനെ കണ്ടു. ആ അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് കണ്ണ് കാണില്ല, നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ അപ്പച്ചൻ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, ഹൈ ഷുഗർ ഉണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ അത് കാരണം ഡോക്ടർമാരെ കഴിയൊഴിഞ്ഞതാണ്, എന്തായിരുന്നാലും ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ളത്. അങ്ങനെ അപ്പോൾ സിബി ചേട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം അപ്പച്ചൻ്റെ 2 കണ്ണിലും പൂശിയിട്ട് പറഞ്ഞു, അപ്പച്ചൻ്റെ ഓപ്പറേഷൻ നടക്കും, അപ്പന് കണ്ണ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴാണ് അപ്പച്ചന് കണ്ണ് കാണാം. ഒരാൾ വന്നു സ്പോൺസർ ചെയ്തു. അപ്പച്ചന് ഒരു അസുഖങ്ങളും ഉണ്ടായില്ല. ഡോക്ടർ ചോദിച്ചു ഇതെല്ലാം ഇങ്ങനെയാണ് മാറിയെന്ന്. അതായത് ഹൈ ഷുഗറും പ്രഷറും എല്ലാം ഉണ്ടായിരുന്ന ആൾ, ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന ആളുടെ എല്ലാ അസുഖങ്ങളും മാതാവ് എടുത്ത് മാറ്റി. അപ്പച്ചന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അപ്പച്ചന് കാഴ്ച തിരിച്ചു കിട്ടി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഉണ്ണിക്ക് 3 വയസ്സായിട്ടുള്ളൂ. ആ ഉണ്ണിക്ക് ശ്വാസമുട്ടായിരുന്നു. ആ ഉണ്ണി കുഞ്ഞാണ്. അപ്പോൾ ഇത് കിടന്ന് ശ്വാസം മുട്ട് വലിക്കാനാകുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും പ്രാർത്ഥിച്ചോളൂ എന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ ആഴ്ചയിൽ പോകും. അപ്പോൾ അവിടെ ചെന്ന് 3 ആഴ്ച പോയി 3 ആഴ്ചയും ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ്. ചൊല്ലി 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അമ്മ പറഞ്ഞു, ആ കുട്ടീനെ ഒരാളുടെ കൂടി പോലും കളിക്കാൻ പുറത്ത് വിടില്ല, കാരണം കൊച്ചിന് പെട്ടെന്ന് വയ്യാണ്ടാവും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ ഈ വെഞ്ചരിച്ച ഉപ്പ് എല്ലാ ദിവസവും രാത്രി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മറന്നു പോയാലും 3 വയസ്സായിട്ടുള്ള ആ കുഞ്ഞ് അവൾ ചോദിക്കും, അമ്മേ എനിക്ക് ഇന്ന് മാതാവിൻ്റെ ഉപ്പ് തന്നില്ല, എനിക്ക് മാതാവിൻ്റെ ഉപ്പ് വേണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ചോദിച്ച് മേടിച്ച് കഴിക്കുമായിരുന്നു എന്നാണ് പറയണേ. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ശ്വാസമുട്ട് മാതാവ്, ആ 3 വയസ്സായ കുഞ്ഞിൻ്റെ ശ്വാസമുട്ട് മാതാവ് എടുത്തു മാറ്റി. അതുപോലെ ഞങ്ങൾ അറിയുന്ന ഒരു ചേച്ചി ഞങ്ങളോട് ഇതുപോലെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, മോളെ എനിക്ക് നിങ്ങൾ പേപ്പർ തരുമോ, കൃപാസനത്തിലൊരു പേപ്പർ തരുമോ ഒന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ച് മേടിക്കുകയാണ് ചെയ്തത് ആ ചേച്ചി. അങ്ങനെ ആ ചേച്ചി അത് മേടിച്ചു. ഒരു മാസത്തോളം പ്രാർത്ഥിച്ചു. കാരണം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര ചീത്ത കൂട്ടുകെട്ടും അതുപോലെ പുകവലിയും അങ്ങനത്തതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു മാസം ആ ചേച്ചി അതൊക്കെ വായിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുടുംബം സന്തോഷത്തിൽ പോണു. ആ ചേട്ടനും ചേച്ചിയും ആ ചേട്ടൻ്റെ എല്ലാ ദുശീലങ്ങളും മാറി അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് വിളിച്ചേക്കായിരുന്നു ആ ചേച്ചി. പിന്നെ ആള് ഫേസ്ബുക്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഇടുമായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ കുറേ ഫ്രണ്ട്സ് അതിനകത്തുനിന്നും ഇറങ്ങിപ്പോയി. റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫ്രണ്ട്സ് എല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾ ഇങ്ങനെ വെറുതെ മാതാവിനോട് ചോദിച്ചു എന്ന് പറയണ, മാതാവേ നിന്നെ ഞങ്ങൾ പ്രകീർത്തിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ നിന്ന് ഇറങ്ങിപ്പോവാണോ എന്ന് ഒറ്റ വാക്കേ മാതാവിനോട് വെറുതെ ഒരു ഇതിൽ ചോദിച്ചുള്ളൂ. പക്ഷേ മാതാവ് ഒരു നിസ്സാര കാര്യത്തിൽ പോലും വിശ്വസ്തയാണ് എന്നുള്ളത് പിന്നെയും തെളിയിച്ചു തന്നു. പിറ്റേ ദിവസം മുതൽ ഞങ്ങളെ കാണിച്ചു തരും. ഞങ്ങൾ പറയും നുണയാണ് എന്ന്. പിറ്റേ ദിവസം മുതൽ ഒരു 50-70 റിക്വസ്റ്റുകൾ ഒരു ദിവസം വരുമായിരുന്നു ആൾക്ക്. ഇതിൻ്റെ റിക്വസ്റ്റ് വരുന്നതിൻ്റെ അല്ല, പക്ഷെ ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും മാതാവ് അത്രയും നമ്മൾ വിശ്വാസക്കുറവ് കാണിക്കണ്ട എന്നുള്ള പേരിൽ മാതാവ് നമ്മളെ താങ്ങി നിർത്തുന്നതായിരുന്നു അത്. ഇപ്പോൾ ആളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് മാതാവിൻ്റെ സാക്ഷ്യങ്ങളിടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹങ്ങൾ മാതാവ് തന്നത് കാരണം ഗുരുവായൂരിന്നും അതുപോലെ തന്നെ വലപ്പാടുന്നും വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ധാരാളം ആളുകളെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കൃപാസനത്തിലേക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചകളിലായിട്ട് ഇന്ന ദിവസം വെച്ചിട്ട് ധാരാളം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനിടയിൽ ഒരു പ്രാവശ്യം ഒരു ഹിന്ദുസ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ മരിക്കാൻ പോവാണ്, ഞങ്ങളെപ്പോൾ തന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, വണ്ടിയിൽ ആരും ആയിട്ടില്ല, എങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ആൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ നാളെ ജപ്തി ചെയ്യും വീട്, ഞങ്ങൾ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു അവർ. എന്നിട്ട് പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം പലരുടെയും വിചാരം ഈ കൃപാസനത്തിൽ നിന്നാണ് പൈസ കൊടുത്തിട്ടാണ് അവർ രക്ഷപ്പെടുന്നതെന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞു കൊടുത്തു, ചേച്ചി നമ്മളാരും പൈസ കൊടുത്തിട്ടല്ല രക്ഷപ്പെടുത്തുന്നത്. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ വിചാരിച്ചാൽ എന്തോ ഈ ലോകത്ത് സംഭവിക്കുക എന്നുള്ളത് അത് നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കടബാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ 2-3 ദിവസമായിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആളുകൾ കടക്കാർ മുഴുവനും വീടിൻ്റെ ചുറ്റും കൂടി പിറ്റേ ദിവസമാണ് ജപ്തി ചെയ്യും വീട്. അങ്ങനെ അപ്പോൾ അന്ന് രാവിലെ തന്നെ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ സിബിചേട്ടൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ അവരെ കൊണ്ടുപോകാം. പക്ഷെ വണ്ടിയിൽ ആരും ആയിട്ടില്ല. 9,000 രൂപ വരും, ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ അപ്പോൾ പക്ഷേ മാതാവിൻ്റെ തീരുമാനം അവരിവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവ് ആ രാത്രി 16 പേരോളം അന്ന് വിളിച്ചു ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ വണ്ടി റെഡിയാക്കി അവരവിടെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ അതിൻ്റെ ഇടയിൽ അവർ ഉടമ്പടി ഹിന്ദുസാണ്, അവർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ 2 നിയോഗമാണ് വെച്ചിരുന്നത്. അവർക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്ന്. ഒരു വക്കീൽ വിളിക്കുകയാണ് എൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടി. അതുപോലെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനും ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ അവരുടെ ജപ്തിയും ഒഴിവായി എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവമാതാവിന് നന്ദി പറഞ്ഞാലും തീരില്ല. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും തമ്പുരാൻ കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ യേശുവയ്ക്കും മാതാവിന് 1000 നന്ദി.